ഒരുപക്ഷെ എനിക്കിവിടെ നിന്നുകൊണ്ട് വലിയ കഥയൊക്കെ പറയാൻ കൊള്ളായിരിക്കാം. പക്ഷെ അവിടെ ചെന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എഫേസ്യർ 6 അതിൻ്റെ 11 വാക്യം വായിക്കാം. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഫേസ്യർ ലേഖനത്തിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞാൻ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. സത്യം പറഞ്ഞാൽ ബെന്യാങ്കൾ മെസ്സേജ് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം, നമ്മൾ ഈ ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ ആരാധനാലയത്തിൽ വരുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, എൻ്റെ ജീവിതത്തിലൂടെ ഇടപെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, പിതാവേ പാട്ടിൽ കൂടെ എന്നോട് സംസാരിക്കണം, വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കണം. പിന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ വചനം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഏതാണ്? ദൈവമേ ജനത്തോട് അങ്ങ് സംസാരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അത് പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മെസ്സേജ് അല്ല, പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിലൂടെ ഇടപെടുന്ന ആ വചനമാണ് പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം അത് എന്നോട് സംസാരിക്കുന്ന പോലെ നിങ്ങളോടും സംസാരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഒരു വചനവും ആരെയും വിധിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ കൺവിക്റ്റ് ചെയ്ത് കണ്ടം ചെയ്യുവാനല്ല. കാരണം കൺവിക്ഷൻ നടത്തുന്നത് എപ്പോഴും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോൾ ദൈവസന്നിധിയിൽ വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ സ്പീക്ക് വിത്ത് മീ, എന്നോട് സംസാരിക്കണം, എൻ്റെ ഹൃദയങ്ങളോട് ഇടപെടണം. നമ്മൾ ദൈവസന്നിധിയിൽ വന്നിട്ട് ആ ദൈവവചനം എന്നോട് ഇടപെടുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, പിതാവ് എൻ്റെ അകത്തെ കുറവ് എന്താണ്? എൻ്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണോ? കാരണം നമ്മൾ ദൈവമക്കളെങ്കിൽ നമ്മൾ ദൈവശബ്ദം കേൾക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്തൊരു ക്രമക്കേടുണ്ടെങ്കിൽ ദൈവവചനവുമായി ഞാൻ ഇരിക്കുമ്പോൾ ആ വചനം എന്നോട് ഇടപെടണം. കാരണം വചനം പറയുന്നത് ദ വേർഡ് ഇസ് എ ലൈറ്റ്, അത് വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ കണ്ണുകൾ മറഞ്ഞിരിക്കുന്നിടത്ത് അതെനിക്ക് വെളിച്ചം പകർന്നു തന്ന നേരായ മാർഗം എനിക്ക് കാണിച്ചു തരിക മാത്രമല്ല, ഞാൻ മുന്നോട്ട് പോകേണ്ട വഴിയും ഈ വചനം എനിക്ക് കാണിച്ചു തരുന്നു. ഞാൻ എന്തിനാ ഇത് എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പലപ്പോഴും വചനം ഒരുപാട് കേൾക്കുമ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് അല്പസമയം എന്തൊക്കെയോ കേട്ടിട്ട് പോകാനാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ അകത്ത് വരരുത്. പകരം ദൈവമേ എനിക്ക് ജീവിക്കുവാനുള്ള മന്ന, നമ്മൾ നേരത്തെ കേട്ടതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ദിവസം ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയിപ്പോയി എന്നൊരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് നമുക്കൊരു സെക്കൻഡ് ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്ന ആ നാളിൽ ദർ ഇസ് നോ സെക്കൻഡ് ചാൻസ്. ഇത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രെംബിളിങ്. ഭയത്തോടെയും വിറയലോടെയും നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണ് ഈ രക്ഷ. പക്ഷേ ഈ രക്ഷയെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങെത്തുവാൻ നമുക്കൊരു അധ്വാനമുണ്ട്. ആ അധ്വാനം നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് പലപ്പോഴും ദൈവവചനം കേൾവിയിലും പഠിത്തത്തിലുമാണ്. ഇന്ന് നമ്മൾ ഈ കേട്ട വചനം, നമ്മൾ ഈ വായിച്ച ഭാഗം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ഇടപെടുന്ന ചില ചിന്തകൾ കൂടെ നിങ്ങളോടൊപ്പം ധ്യാനിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് നമുക്കുള്ള പോരാട്ടം? എന്തിനാണ് നമ്മൾ പോരാടുന്നത്? കുറച്ച് ഭാഗങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെങ്കിലും ഒരു ഫോക്കൽ പോയിൻ്റ് അല്ലെങ്കിൽ ഒറ്റയൊരു പോയിൻ്റ് നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എഫേസ്യ ലേഖനത്തെ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള എൻ്റെ സിറ്റിംഗ് പൊസിഷൻ, ഞാൻ ക്രിസ്തുവിൽ ഇരിക്കുന്നു. 2, ഞാൻ ക്രിസ്തുവിനോട് നടക്കുന്നു. പിന്നെ ഐ എം സ്റ്റാൻഡിങ് വിത്ത് ക്രൈസ്റ്റ്. ആ സ്റ്റാൻഡിങ്ങിലാണ് എനിക്കൊരു പോരാട്ടം. അപ്പം പൗലോസ് ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേർന്ന് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യണ്ട, എനിക്ക് വേണ്ടി സർവ്വതും ക്രിസ്തു ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവനാണ്, ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ പേരും തിരിച്ചറിയണം, എന്നെയും നിങ്ങളെയും ക്രിസ്തു അധികമായി സ്നേഹിക്കുന്നു.
ആ സ്നേഹത്തിൻ്റെ അടയാളമാണ് നമ്മൾ ഓരോ പേരും. നമ്മുടെ കുറവുകൾ, നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് ഒന്നും കണ്ടിട്ടല്ല, അവൻ്റെ മഹത്വത്തിൽ, അതിയായ സ്നേഹത്തിൽ എന്നെയും നിങ്ങളെയും ഈ ദൈവം തിരഞ്ഞെടുത്തു. അത് പഠിപ്പിച്ചു തന്ന പരിശുദ്ധാത്മാവ് പിന്നെ നമ്മളോട് പറയുകയാണ്, ഞാനും നിങ്ങളും നടക്കണം. അതാണ് നമ്മൾ നേരത്തെ കേട്ടത്. നമുക്കൊരു പ്രവൃത്തിയുണ്ട്, അത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. എന്തുകൊണ്ട്? കാരണം ക്രിസ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ നടക്കേണ്ടത് ക്രിസ്തുവിനെ പോലെ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അടുത്തത് പൗലോസ് പറയണം, നമുക്കൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ നമ്മൾ തിരിച്ചറിയണം. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് പോരാട്ടം? എന്തിനെയാണ് നമ്മൾ പോരാടേണ്ടത്? എഫേസ്യ ലേഖനത്തിൻ്റെ അകത്തതിൻ്റെ 1 അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫേസ്യർ 1 അതിൻ്റെ 4-ാമത്തെ വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ പൗലൂസ് പറഞ്ഞു തുടങ്ങുമ്പോഴല്ലേ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുന്നേ എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തു. എന്തിനാണ് തെരഞ്ഞെടുത്തത്? ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കേണ്ടതിന് വേണ്ടി. ഹല്ലേലൂയ. മറ്റൊരർത്ഥത്തിൽ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം തെരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തിനൊരു പദ്ധതി എന്നെയും നിങ്ങളെയും കുറിച്ചുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങളും വിശുദ്ധരായി ജീവിക്കണമെന്നുള്ളതായിരുന്നു. നമുക്ക് 1-2-3 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പറയാം. 1 തെസ്സലോനിക്കർ 4 അതിൻ്റെ 3-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. 7-ാമത്തെ വാക്യം കൂടെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? നമ്മൾ ഈ വായിച്ച വചനമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പറയുന്നത്, ദൈവം എന്നെ തെരഞ്ഞെടുത്തത് വിശുദ്ധിക്ക് വേണ്ടി. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഇഷ്ടം വിശുദ്ധി. ദൈവം എന്നെ വിളിച്ചത് വിശുദ്ധി. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം എന്നെയും നിങ്ങളെയും കുറിച്ചുള്ളത് ഞാനും നിങ്ങളും വിശുദ്ധിയോടെ നടക്കുക എന്നതാണ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ എന്താണ് ഈ വിശുദ്ധീകരണം? ദൈവവചനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന് വേണ്ടി വേർപെടുത്തി വെച്ചിട്ട്, സെപ്പറേറ്റഡ് ഫോർ ഗോഡ്, അല്ലെങ്കിൽ സെറ്റ് അപ്പാർട്ട് ഫോർ ഗോഡ്. അതാണ് നമ്മൾ പഴയ നിയമ പുസ്തകങ്ങൾ വായിച്ചു വരുമ്പോൾ ദൈവവചനം നമ്മൾ ഇങ്ങനെ വായിക്കുമ്പോൾ പറയുന്നത്, ദൈവത്തിന് വേണ്ടി സെറ്റ് അപ്പാർട്ട് ചെയ്ത പ്രീസ്റ്റുകളുണ്ട്, സെറ്റ് അപ്പാർട്ട് ചെയ്ത വെസൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതേ വചനം വായിച്ച് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാനും നിങ്ങളും വിശുദ്ധിയോടെ നടക്കണം. എന്താ അതിൻ്റെ അർത്ഥം? റോമർ 8:29 അകത്ത് ഇങ്ങനെ പറയുന്നത്, നമ്മളെ ഓരോ പേരെയും ദൈവം തെരഞ്ഞെടുത്തത് പുത്രനെ പോലെ ആകേണ്ടതിന് വേണ്ടി. അപ്പം എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. ഹല്ലേലൂയ. ഇതാണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ദൈവിക ആഗ്രഹം. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതായിരിക്കണം, പിതാവേ എനിക്ക് അങ്ങേപ്പോലെ ആയി തീരണം. ഹെൻറി ഡ്രമ്മണ്ട് എന്ന് പറഞ്ഞൊരു ദൈവദാസൻ താനിങ്ങനെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കണം, ക്രിസ്തുവിനെ പോലെ ആകണം. ഇതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ഈ ആഗ്രഹത്തിൻ്റെ താഴെ ബാക്കി എല്ലാം നിൽക്കാൻ പാടുള്ളൂ. ഈ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ നേടിയാലും, ഞാൻ എന്തൊക്കെ ചെയ്താലും, ക്രിസ്തുവിനെ പോലെ ആകുന്ന ആ അംബീഷൻ്റെ മുന്നിൽ ഇതൊക്കെ ചെറുതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരർത്ഥത്തിൽ ഞാൻ ദൈവാലയത്തിൽ കയറി വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ആവശ്യങ്ങൾ കാണും. പക്ഷേ ആ ആവശ്യങ്ങളെല്ലാം ഞാൻ ദൈവസന്നിധിയിൽ കൊണ്ടുവെക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതായിരിക്കണം, പിതാവേ ഈ ആവശ്യങ്ങൾക്കപ്പുറം അങ്ങേപ്പോലെ ആയി മാറുന്നതാണ് പിതാവേ എൻ്റെ ആഗ്രഹം. ഇത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശോധന ചെയ്യണം. നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കണം, പിതാവേ ഞാൻ അങ്ങേ കാണേണ്ടതുപോലെ കണ്ടോ, അറിയേണ്ടതുപോലെ അറിയുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, യെശയ്യാവ് എന്നൊരു പ്രവാചകൻ താൻ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ
തൻ്റെ പാപമോ മറ്റൊന്നുമല്ല, തനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. താൻ ആ ആവശ്യത്തിൻ്റെ മുഖത്ത് താൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ആ മനുഷ്യൻ കാണുന്നത് വിശുദ്ധനായ ഒരു ദൈവത്തെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? തനിക്കൊരു ആവശ്യമുണ്ട്, പക്ഷേ ആ ആവശ്യത്തിനപ്പുറം താൻ കണ്ട ദർശനം വിശുദ്ധനായ ഒരു ദൈവത്തെയാണ്. ഇനി നമ്മൾ അവസാനത്തെ പുസ്തകത്തിലോട്ട് വന്നേ. അവിടെ വെളിപ്പാടിൽ നമ്മൾ യോഹന്നാനെ കാണുന്നു, ക്രിസ്തുവിനോട് അടുത്ത് ജീവിച്ച യോഹന്നാൻ. പക്ഷേ ആ യോഹന്നാൻ ഒരുപക്ഷെ അതുവരെയും തൻ്റെ കൂടുള്ളവരോട് പറയുവാൻ ഒന്നുണ്ട്, ഞാൻ യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ തോളോളം ഇരുന്നു എന്നൊക്കെ പറയാം. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ താൻ യേശുവിനെ കണ്ടപ്പോൾ വചനം എങ്ങനെയാ പറയുന്നത്? താൻ വീണു. ഹല്ലേലൂയ. ഇതെന്താ എന്നോടും നിങ്ങളോടും പറയുന്നതെന്നറിയാമോ? നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറമായി ഒരു ദൈവിക ദർശനം നമ്മളെപ്പോഴൊക്കെ ദൈവസന്നിധിയിൽ വരുന്നോ നമ്മൾ പ്രാപിച്ചെടുക്കണം. നമ്മുടെ അകത്തൊരു പുതുക്കം പ്രാപിക്കുന്നില്ല എങ്കിൽ, ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് വഴിതെറ്റുവാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? കാരണം അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാനും നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന വചനത്തിൻ്റെ പ്രമാണമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ, അങ്ങയുടെ വിശുദ്ധിയോടൊപ്പം നടക്കുവാൻ എൻ്റെ മേലൊരു കൃപ തരണം. അടുത്തൊരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാവ് 35 അതിൻ്റെ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ. ഐസയ 35, 8-10. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും, അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല, അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴി തെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല, ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യ ആനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? അവിടെ ഇങ്ങനെ പറയുന്നത് വിശുദ്ധിയുടെ ഒരു വഴി. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മളെ ദൈവം ആനയിക്കുന്ന വഴിയുടെ പേരാണ് വിശുദ്ധിയുടെ വഴി. അവിടെ എഴുതിയിരിക്കുന്നത് ദ റിഡീംഡ് ഷാൽ ഗോ ഓൺ ദിസ് വേ. ആരാണ് ഈ വഴിയിൽ പോകുന്നത്? ദൈവത്തിനാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു സമൂഹം. ഞാനും നിങ്ങളും ദൈവികമായ ഒരു വഴിയിൽ കൂടെ യാത്ര ചെയ്യുവാണ്. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൻ്റെ അകത്ത് വരുമ്പോൾ യേശു പറഞ്ഞു, ഞാനാകുന്നു വഴി. മറ്റൊരിടത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, 2 വഴികൾ നിങ്ങളുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. ഒന്ന് ഇടുക്കമുള്ളൊരു വഴി, വിശാലമായ ഒരു വഴി. ശ്രദ്ധിക്കണമേ. അപ്പം ഇടുക്കമുള്ള വഴിക്ക് പഴയ നിയമത്തിൻ്റെ അകത്ത് നമുക്കൊരു പേര് കിട്ടി, വിശുദ്ധിയുടെ വഴി. ഇതെന്തിനാ ഈ പേര് പറഞ്ഞു തരുന്നതെന്നറിയാമോ? കാരണം ഞാനും നിങ്ങളും ഈ ക്രിസ്തീയ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, പിതാവേ, വിശുദ്ധി വിട്ട് ഞാൻ പോകുന്നുണ്ടോ? ഈ ഇടുക്കമുള്ള വഴി വിട്ട് ഞാൻ പോകുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നമ്മളൊരു പ്രസംഗം കേട്ടു പോകുകയല്ല, നമ്മുടെ ജീവിതത്തെ ദൈവവചനപ്രകാരം ക്രമീകരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ വഴിയിൽ നമുക്കെതിർ വരുന്ന ഒരു സിംഹവും ഒരു ശക്തിയുമില്ല. അങ്ങനെങ്കിൽ ഇന്ന് പലർക്കും ചില പോരാട്ടം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? വിശുദ്ധി വിട്ടു പോകുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊരു പോരാട്ടമുണ്ട്. പക്ഷേ എന്തിനാ പിശാച് പോരാടുന്നതെന്നറിയാമോ? നമ്മളെ ഇടുക്കമുള്ള വഴിയിൽ നിന്ന് തട്ടി മാറ്റുവാനാണ് പിശാച് എപ്പോഴും പരിശ്രമിക്കുന്നത്. എപ്പോഴൊക്കെ ഞാനും നിങ്ങളും ഈ വിശുദ്ധിയുടെ വഴിയിൽ നടക്കുന്നോ, അവിടെ ദൈവിക സംരക്ഷണം മാത്രമല്ല, ഒരു ദൈവിക കൃപ നമ്മളെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ, അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കോ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ആവശ്യങ്ങൾ പോകുമ്പോഴല്ല, അവരോട് പ്രാർത്ഥിക്കണം, പിതാവേ, അവരെടുക്കുന്ന ഏത് വഴിയും ദൈവത്തിന് വിശുദ്ധമായ വഴിയായിരിക്കണം. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒരു കർത്തൃദാസൻ താൻ ദൈവവചനം പഠിക്കുവാൻ ബൈബിൾ കോളേജിൽ പോകാൻ തീരുമാനിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിച്ചു, പിതാവേ, ഞാൻ ഏത് ബൈബിൾ കോളേജിൽ പോകണം? അപ്പോൾ താൻ
എനിക്ക് അത്ഭുതം തോന്നി, എന്തിനാണ് ഒരു ബൈബിൾ കോളേജിൽ പോകാൻ താൻ പ്രാർത്ഥിക്കുന്നത്? ബൈബിൾ കോളേജിൽ പോകുന്നത് തന്നെ ഇപ്പോൾ ഒരു വലിയ കാര്യമായിട്ടിരിക്കുമ്പോൾ ഒരു പുള്ളി ബൈബിൾ കോളേജ് ഏത് പോകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ മനുഷ്യന് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ ദർശനം ഇതായിരുന്നു. തന്നോട് പരിശുദ്ധൻ പറഞ്ഞു, നീ ഈ ബൈബിൾ കോളേജിൽ പോയാൽ ഞാൻ നിന്നെ വിളിച്ച വിളി നീ പൂർത്തീകരിക്കും. നീ മറ്റേ ബൈബിൾ കോളേജിൽ പോയാൽ നിൻ്റെ വഴി മാറിപ്പോകും. ഞാനിതൊരു മറ്റൊരു ദൈവദാസൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് വായിച്ചത്. പക്ഷേ ഞാൻ മറ്റൊരു ചരിത്രം ബില്ലി ഗ്രഹാമിനെ കുറിച്ച് വായിച്ചപ്പോൾ, തൻ്റെ അടുത്ത സുഹൃത്തായ ചാൾസ് ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞ ദൈവദാസൻ, ഇവർ രണ്ടുപേരും കൂടാണ് ഒരുമിച്ചൊരു ഓർഗനൈസേഷൻ തുടങ്ങുന്നത്. ഈ ടെമ്പിൾട്ടൺ എന്ന് പറഞ്ഞ ഈ ദൈവദാസൻ താനൊരു ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. പഠിച്ച് മടങ്ങി വരുമ്പോൾ അതുവരെയും ശുശ്രൂഷയിൽ വളരെ ദൈവം ഉപയോഗിച്ച ഈ മനുഷ്യൻ പിന്നീടൊരു ആഗ്നോസ്റ്റിക്കായി, പിന്നീടൊരു ഏത്തിസ്റ്റായി മാറി. ഞാനിത് വായിച്ചപ്പോഴാണ് ഈ കർത്തൃദാസൻ പറഞ്ഞ ദർശനം എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ എന്തിനാ ഈ ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയുന്നതെന്നറിയാമോ? നമ്മുടെ ഈ ക്രിസ്തീയ യാത്ര വെറുതെ സഭയ്ക്കകത്ത് വന്ന് പ്രാർത്ഥിച്ച് അങ്ങ് പോകുന്നതല്ല. നമ്മുടെ ഓരോ നിമിഷവും നമ്മൾ ദൈവസന്നിധിയിൽ ചോദിക്കണം. നമ്മുടെയൊക്കെ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമ്മൾ അനേകരെ കണ്ടുമുട്ടാറുണ്ട്. അവരുടെ തുടക്കത്തിൽ അവരുടെ പോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരെത്തേണ്ടത് ഈ സ്ഥലത്താണ്. പക്ഷെ എവിടേക്കോ വഴി മാറിപ്പോയി അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റാതിരിക്കുന്ന നമ്മൾ കാണും. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നില്ല, പിതാവേ ഞാൻ ഏത് വഴിയായി എടുത്തു പോകേണ്ടത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? പിതാവേ ഏതാണ് നല്ലത്? അതല്ല നമ്മുടെ ചോദ്യം. നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിനൊരു പർപ്പസ് ഉണ്ട്. എന്താണ് ആ പർപ്പസ്? ഹാപ്പിനെസ് അല്ല, സന്തോഷമല്ല, ആരോഗ്യത്തോടെ നിൽക്കുന്നതല്ല. അതൊക്കെ ദൈവം തരും. പക്ഷേ ഏറ്റവും വലിയ പ്രയോറിറ്റി വിശുദ്ധിയായിരിക്കണം. മറ്റൊന്നും എനിക്ക് ലഭിച്ചില്ലെങ്കിലും ദൈവവുമായുള്ള ബന്ധത്തിൽ ഞാൻ വിശുദ്ധിയോടെ നടക്കുമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഇന്ന് പലർക്കും ആ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത മാറി. പലരും ചിന്തിച്ചെടുക്കുന്നത്, ഞാൻ സഭയ്ക്കകത്ത് വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണെന്നാണ്. അല്ല ദൈവപൈതലേ, നമ്മുടെ വഴിയെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്ന് പലർക്കും ദൈവത്തെ വേണം. പക്ഷേ ചോദ്യം ഇതാണ്, ഡു യു വാണ്ട് എ ഗോഡ് ഹു വിൽ മേക്ക് യു ഹോളി? ഇന്ന് പലർക്കും അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് വേണ്ടത്. പക്ഷെ ദൈവം നോക്കുന്നത് ഒരു വിശുദ്ധ ജനത്തെയാണ്. ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മൾ ദൈവത്തിന് ഒരു വിശുദ്ധ ജനമായിരിക്കേണ്ടതിന് വേണ്ടിയാണ്. വലിയവനായ ക്രിസ്തു എല്ലാം വിട്ടിറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ പാപത്തിൽ, നമ്മുടെ വേദനകളിൽ കണ്ട പിറ്റിയല്ല, മറിച്ച് ഞാനും നിങ്ങളും തിരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനെ പോലെ ആകേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു മടങ്ങി വന്നത്. ആ നാഥൻ വന്നതിൻ്റെ കാരണം ഞാനും നിങ്ങളും ഇനിയും വിശുദ്ധിയോടെ നടക്കുമെന്നുള്ളത് കൊണ്ടാണ്. ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ ദൈവസന്നിധിയിൽ മാറിപ്പോകുന്നത് നമ്മൾ അറിയത്തില്ല. എന്താണ് ഈ വിശുദ്ധി? വിശുദ്ധി ഇതാണ്: നമ്മുടെ നടപ്പ് ദൈവത്തിന് പ്രസാദമായിരിക്കണം, നമ്മുടെ സംസാരം ദൈവത്തിന് പ്രസാദമായിരിക്കണം, നമ്മുടെ ചിന്തകൾ ദൈവത്തിന് പ്രസാദമായിരിക്കണം, നമ്മൾ കാണുന്നത് ദൈവത്തിന് പ്രസാദമായിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഇത് ചോദിക്കുന്നത്? കാരണം ഞാനും നിങ്ങളും ഒരു വേർപെട്ട ജനമാണ്. അതുകൊണ്ടാണ് 1 പത്രോസിൻ്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞത്, അനുസരണയുള്ള മക്കളായി എല്ലാത്തിലും നിങ്ങൾ വിശുദ്ധരായിരിക്കണം. എന്തുകൊണ്ട്? ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണം എന്ന് പറഞ്ഞാൽ every areas of your life you should live a holy life. ഒരു ഇലിസ്ട്രേഷൻ്റെ പേർപ്പസിന് വേണ്ടി, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, നമുക്കറിയാം ഇന്ന് ജിമ്മിൽ പോകുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ജിമ്മിൽ പോകാൻ പരിശ്രമിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കഥ പറയുകയാണ്. ഒരു തടിച്ച ഒരാൾ, നല്ല തടിയുണ്ട്, പുള്ളി ജിമ്മിൽ പോയി. അപ്പോൾ ജിമ്മിൽ പോയപ്പം ട്രെയിനിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, ശരീരമൊക്കെ നന്നായി വരണം. അപ്പോൾ ആ ട്രെയിനർ ഒരു പെന്നെടുത്ത് വരച്ചു അവിടെ ഇരുന്ന ബോർഡിൽ. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ നിനക്ക് വേണ്ടേ? അതെ, ഇങ്ങനെയാണോ വേണ്ടേ? അപ്പോൾ ആ ട്രെയിനർ ഈ പുള്ളിയെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു പേപ്പർ ബോർഡിൽ കട്ട് ചെയ്ത് അവിടെ ഫ്രണ്ടിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും നീ വരുമ്പം നിനക്ക് ഈ പേപ്പർ ബോർഡിൽ നോക്കി നീ കയറി നിൽക്കുമ്പം നിനക്ക് നിൻ്റെ ആഗ്രഹം നിനക്ക് കാണാം. അപ്പോൾ നീ അധ്വാനിക്കേണ്ടത് അതിനു വേണ്ടിയായിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും പുള്ളി ഭക്ഷണമൊക്കെ ക്രമീകരിച്ച്
ജിമ്മിൽ നന്നായി ട്രെയിൻ ചെയ്ത് എല്ലാ ദിവസവും വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ ഓരോ ദിവസവും നോക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ അളവുകൾ കുറയുന്ന കാണുമ്പോൾ തനിക്കറിയാം താൻ അവിടെ എത്തിപ്പെടുകയാണ്. ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്നറിയാമോ? ഞാനും നിങ്ങളും ഈ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് ക്രിസ്തുവിനെ പോലെ ആയി മാറുന്നോ എന്ന് ഈ വചനത്തിൽ കൂടെ നമ്മൾ കാണണം. ഈ ദൈവവചനം എന്ന കണ്ണാടിയുടെ മുന്നിൽ വചനമെടുത്ത് ധ്യാനിക്കുമ്പോൾ നമ്മൾ ആരാണ് ഈ വചനത്തിൽ കാണുന്നതെന്നറിയാം? വിശുദ്ധനായ ക്രിസ്തുവിനെ. ആ ക്രിസ്തുവിനെ വചനത്തിൽ കൂടെ ഞാൻ കാണുമ്പോൾ എൻ്റെ കുറവുകൾ മനസ്സിലാക്കി എൻ്റെ നാഥൻ്റെ ആഗ്രഹത്തോട് എന്നെ അടുപ്പിക്കുന്നതാണ് ശരിക്കുമുള്ള ഒരു ക്രിസ്തീയ ജീവിതം. അങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ അവിടെയാണ് ചോദിക്കേണ്ടത്, പിതാവേ, എൻ്റെ രക്ഷയിൽ ഞാൻ ക്രിസ്തുവിനോട് അടുത്തു വരുന്നുണ്ടോ? ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞത്, പ്രവൃത്തിയുണ്ട്. എന്താണ് ആ പ്രവൃത്തി? എൻ്റെ നാഥനെ പോലെ ആകുവാനുള്ള എൻ്റെ ഒരു അധ്വാനം, എൻ്റെ നാഥൻ എന്നോട് എന്തു പറയുമ്പോഴും അത് ചെയ്യുവാനുള്ള മനസ്സ്. അപ്പോൾ ഒന്ന് വിശുദ്ധിയുടെ ഒരു വഴി, അതിനെതിരെ ഒരു പോരാട്ടമുണ്ട്. നമ്മളെ ഇടുക്കമുള്ള വഴിയിൽ നിന്ന് വിശാലമായൊരു വഴിയിലോട്ട് തള്ളുവാൻ പിശാച് അധ്വാനിക്കുകയാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഈ തിരിച്ചറിവോട് വേണം ഞാനും നിങ്ങളും ഈ ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ. അടുത്തത് 2 കൊരിന്ത്യർ 7 അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആമേൻ. നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് വിശുദ്ധിക്കൊരു വഴിയുണ്ട്. 2, വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ഫിയർ ഓഫ് ഗോഡ് എന്ന വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് വാഗ്ദത്തങ്ങൾ ഇഷ്ടമാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മൾ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചെന്ന്. പക്ഷെ ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ തന്ന് അത് നമുക്ക് അനുഗ്രഹമാകുന്നത് പോലെ തന്നെ ഈ ഓരോ വാഗ്ദത്തങ്ങളും ദൈവം എനിക്കും നിങ്ങൾക്കും തന്നതിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്താണെന്നറിയാമോ? ആ യേശുവിനെ അറിയുക മാത്രമല്ല, വിശുദ്ധിയിൽ പെർഫെക്ഷനിലോട്ട് വളരണമെന്ന ദൈവികമായ ഒരു ആഗ്രഹം എന്നെയും നിങ്ങളെക്കുറിച്ചുണ്ട്. അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടതാണ്, പിതാവേ, ആ വിശുദ്ധിക്കായി ഒരു ബേണിംഗ് പാഷൻ എൻ്റെ അകത്തുണ്ടോ? ഞാനും നിങ്ങളും ഈ ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ അകത്ത് ഈ ബേണിംഗ് പാഷൻ ഉണ്ടാകും. അതുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, പിതാവേ, എവിടെയാണ് ഞാൻ വീണു പോകുന്നത്? കാരണം നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു, നമുക്കൊരു പുതിയ മനുഷ്യനെ തന്നിട്ടുണ്ട്. ഈ പുതിയ മനുഷ്യൻ നീതിയാലും വിശുദ്ധിയാലുമാണ് ക്രിയേറ്റഡ് ആയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ മനുഷ്യൻ എന്നിൽ വരുമ്പോൾ നീതിക്കായി വിശുദ്ധിക്കായി എൻ്റെ അകത്തൊരു വലിയ ദാഹമുണ്ടാകും. ഇങ്ങനൊരു ദാഹം എൻ്റെ അകത്ത് വരുന്നില്ലെങ്കിൽ അവിടെയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ, എന്നിലൊരു കുറവുണ്ട്, എന്നിൽ എന്തോ ഒരു ബലഹീനതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ ഫോളോ പീസ് വിത്ത് ഓൾ മാൻ ആൻഡ് ഹോളിനെസ് without which you shall not see God. വിശുദ്ധി കൂടാതെ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ആ വാക്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ ഫോളോ, നിങ്ങൾ നോക്കിയാൽ പീസ് വിത്ത് ഓൾ മെൻ എന്ന് പറഞ്ഞത് എന്താ? നമ്മൾ പലരുമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുമായിട്ടൊരു സമാധാനം വെക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പെർസ്യൂ ചെയ്യണം, അല്ലേ? അതുപോലെ, അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, അതുപോലെ വിശുദ്ധിയും നമ്മൾ എന്ത് ചെയ്യണം? പെർസ്യൂ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയ്ക്കകത്തും വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാൻ പരിശ്രമിക്കണം. ഹല്ലേലൂയ. അവിടെയാണ് ഈ ബേണിംഗ് പാഷൻ വെളിപ്പെടുന്നത്. അവിടെയാണ് ദൈവികമായ ആഗ്രഹങ്ങൾ എൻ്റെ അകത്ത് വെളിപ്പെടുന്നത്. മറ്റൊരു ഇല്ലസ്ട്രേഷന് വേണ്ടി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കാം, ഒരു കല്ല് ചെത്തുന്ന ഒരാൾ ഒരിക്കലും വലിയ കല്ലെടുത്ത് അതിൽ ഒരു ഇമേജിനെ പുറത്തു കൊണ്ടുവരാണ്. അപ്പം ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് ഈ കല്ലിൽ നിന്ന് ഇത്ര നല്ല മനോഹരമായ ഒരു കാര്യം കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു, ഓൾറെഡി ആ കല്ലിൻ്റെ അകത്ത് ആ ഒരു ഇമേജ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തത് ഇത്ര മാത്രമേ ഉള്ളൂ, ആ ഇമേജിന് വേണ്ടാത്തത് ഞാൻ ചെത്തിക്കളഞ്ഞു, അത് മാത്രമേ ഞാൻ ചെയ്തുള്ളൂ, അല്ലാതെ അതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ഈ ക്രിസ്തീയ യാത്രയിൽ വലിയവനായ ദൈവം നമ്മളെ ചെത്തുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ ഇങ്ങനെ പറയുന്നത്,
നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി ഞാൻ നിങ്ങളെ ചെത്തുന്നു. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ചെത്തുന്നത് നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ദൈവം നമ്മളെ ചെത്തുന്നത് നമ്മൾ ഫലം കായ്ക്കുന്നു എന്ന് കണ്ടിട്ട് അധികം ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ചെത്തുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പേരോടും ഞാൻ പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നമ്മളെ ചെത്തുന്നുണ്ടെങ്കിൽ അത് പിതാവിനെ പോലെ, ക്രിസ്തുവിനെ പോലെ ആയി മാറേണ്ടതിന് വേണ്ടി ദൈവം അത് ചെയ്യുന്നതാണ്. ഒരിക്കലും നമ്മളെ ചെത്തുന്നത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുവാനല്ല, പിന്നെയും ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചിലർ പറയാറുണ്ട്, ഞാൻ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന കൂടുമ്പോൾ എനിക്ക് വേദനകൾ കൂടുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വേദന കൂടുന്നതിൻ്റെ കാരണം നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ഒന്ന് സ്ട്രെങ്തൻ അപ്പ് ചെയ്യുവാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയണം, കുഞ്ഞെ ഞാൻ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നിന്നെ ഞാനൊന്ന് ബലപ്പെടുത്തി എടുക്കുകയാണ്. ചില ശോധനകളുടെ നടുവിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് തോന്നും, പിശാച് നമ്മളോട് മന്ത്രിക്കും, ഇതൊരു പോരാട്ടമാണ്, ദൈവത്തിന് നമ്മളോട് സ്നേഹമില്ലെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ചിന്തയുണ്ടായിരിക്കണം, ഞാൻ അധികം ഫലം കായ്ക്കേണ്ടതിന് ദൈവം എന്നെ ചെത്തുകയാണ്. ദൈവമക്കളെ, നമ്മൾ ഈ വായിച്ച വചനത്തിൻ്റെ അകത്ത് പെർഫെക്റ്റിംഗ് ഹോളിനെസ് ഇൻ ദ ഫിയർ ഓഫ് ഗോഡ്, യഹോവ ഭയം. ഞാനും നിങ്ങളും ഈ വിശുദ്ധിയിൽ വളരണമെങ്കിൽ ഈ ദൈവ ഭയം നമ്മുടെ അകത്ത് വെളിപ്പെടണം. നമ്മുടെയൊക്കെ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കരഞ്ഞ വിഷയങ്ങൾ ദൈവം തരും. അതാണ് നമ്മുടെയൊക്കെ സാക്ഷികൾ. നമുക്കെല്ലാവർക്കും പറയുവാൻ കാണും, ദൈവം എനിക്ക് വേണ്ടി ഈ വഴികൾ തുറന്നു. പക്ഷെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മൾ ഈ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ ദൈവം ഈ വഴികൾ തുറക്കുന്നത്, ഞാൻ അനുഗമിക്കുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും ഏത് വാതിലുകൾ തുറക്കുവാൻ ദൈവം ശക്തനാണെന്നും തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരണമെന്നില്ല. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ലക്ഷ്യം എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ലക്ഷ്യം ഞാനും നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചില പ്രാർത്ഥനകൾ നടന്നെന്ന് വരത്തില്ല. കാരണം ദൈവവചനത്തിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന പുത്രന്മാരാണ്. ദേ ആർ നോട്ട് ചൈൽഡ്, ദേ ആർ സൺസ്. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നത്, ദേ ആർ മെച്ചുവേർഡ് സൺസ് ഓഫ് ഗോഡ്. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ പിന്നെ തൊട്ട് ദൈവമേ ഇതാണ് എൻ്റെ ആഗ്രഹം എന്നല്ല, പിതാവേ അങ്ങയുടെ ആഗ്രഹം എന്താണ്? ഞാൻ എന്നെ തന്നെ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് അലൈൻ ചെയ്തു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് നടക്കുകയാണ്. അവിടെയാണ് ഞാൻ യഹോവ ഭയത്തോടെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ തുടങ്ങുന്നത്. ഇന്ന് പലപ്പോഴും സഭയ്ക്കകത്ത് യഹോവ ഭയം എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവം സ്നേഹമായതുകൊണ്ട് എന്തിനാണ് ഞാൻ ഭയപ്പെടേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സൂക്ഷിക്കും, അല്ലേ? അതൊരു ഫിയറാണ്. എന്നതുപോലെ എൻ്റെ വലിയവനായ ദൈവം മടങ്ങി വരുമ്പോൾ ആ നാഥനിഷ്ടമില്ലാത്തൊന്നും എനിക്ക് ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് എനിക്ക് തന്ന് നമ്മൾ നേരത്തെ വായിച്ച വാക്യം, നല്ല പോർ പൊരുതി ഞാൻ ഓട്ടം തികച്ചു. ആ ബോധ്യം പൗലോസിന് എവിടെ നിന്ന് കിട്ടി? കാരണം തൻ്റെ ജീവിതത്തിൽ ഹി വാസ് ഓൾവേസ് അവെയർ ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവ സാന്നിധ്യം താൻ എപ്പോഴും അവെയർ ആയിരുന്നു. എങ്ങനെങ്കിലും നടക്കുകയല്ല, തോന്നുന്ന പോലെ പോകുകയല്ല, കാണുന്നെല്ലാം മിനിസ്ട്രി ചെയ്യുകയല്ല, മറിച്ച് ദൈവം എന്തു പറയുന്നോ അത് മാത്രം അനുസരിക്കുവാൻ പൗലോസ് ശ്രദ്ധിച്ചു. ഇന്ന് നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കണം. പിതാവേ, അങ്ങ് വിശുദ്ധനെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങ് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശുദ്ധനായിരിക്കണമെന്നാണ്. പക്ഷേ ഈ വിശുദ്ധമായ വഴിയിൽ അനുഗമിക്കുവാൻ ഞാൻ എന്നെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കുന്നുണ്ടോ? നമുക്ക് പല അനുഗ്രഹങ്ങളെക്കുറിച്ച്, പല വഴികളെക്കുറിച്ച് നമുക്ക് പറയുവാൻ കാണും. പക്ഷെ തുറക്കുന്ന എല്ലാ വഴിയും എന്നെ സിയോനിലോട്ട് എത്തിക്കുകയില്ല. നമ്മൾ നേരത്തെ വായിച്ച വാക്യം പോലെ ഈ വഴിയുടെ അന്ത്യം എവിടാണെന്നറിയാമോ? അതെന്നെ സിയോനിലെത്തിക്കും. സന്തോഷത്തോടെ, വലിയ സന്തോഷത്തോടെ എന്നെ സിയോനിലെത്തിക്കുന്നതിന് കാരണം വിശുദ്ധി ആയിരുന്നു എൻ്റെ പ്രയോറിറ്റി. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ലെറ്റ് ഹോളിനെസ് ബി യുവർ പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമുക്ക് പോരാട്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എവിടൊക്കെയാണ് നമുക്ക് ഈ പോരാട്ടം കാണുന്നത് എന്ന് ഞാൻ പറയാം.
നമുക്ക് മത്തായി 4 അതിൻ്റെ 4 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. നമുക്ക് ഈ ഭാഗം അറിയാവുന്നതാണ്. ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ദൈവവചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ അരികിൽ പിശാച് വന്നിട്ട് കല്ലിനെ അപ്പമാക്കാൻ പറയുമ്പോൾ അവിടെ യേശു കൊടുക്കുന്ന ഒരു ഉത്തരമാണ് നമ്മൾ കാണുന്നത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ഇതെന്താ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നതെന്നറിയാമോ? നമ്മുടെ ഈ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമ്മുടെ മുന്നിൽ പിശാച് കൊണ്ടിടുന്ന തന്ത്രങ്ങളല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത് നമ്മൾ എന്തിനാണ് ഈ ആർമർ ഓഫ് ഗോഡ് ഇടുന്നത്? കാരണം പിശാചിന് തന്ത്രങ്ങളുണ്ട്. ഈ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയണം. അതിലൊരു തന്ത്രമാണ് നമ്മൾ ഈ കാണുന്നത്, നമ്മളെ മെറ്റീരിയലിസ്റ്റിക് ആക്കി മാറ്റും. നമ്മളോട് ചോദിക്കും, നിനക്ക് ദൈവം വേണം എന്നുള്ള സത്യം, പക്ഷെ നിനക്ക് മുന്നോട്ട് പോകണ്ടേ, നിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കണ്ടേ? അവിടെയാണ് പലപ്പോഴും പലർക്കും ഒരു ചോദ്യം. ദൈവം നടത്തുമെന്ന് നമുക്കറിയാം, പക്ഷെ പലപ്പോഴും നമ്മളെ മെറ്റീരിയലിസ്റ്റിക് ആക്കി പിശാച് മാറ്റിക്കളയും. നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ഒക്കെ ദൈവത്തെ അനുഗമിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അവിടെ എല്ലാം ദൈവത്തിന് പറ്റുമോ? പക്ഷെ അവിടെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സർവ്വതും വിട്ടിറങ്ങുക. അങ്ങനെ വിട്ടിറങ്ങണമെങ്കിൽ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് നമ്മളിൽ നിന്ന് മാറണം. എന്നിട്ട് നമ്മൾ ക്രിസ്തു പറഞ്ഞ ഉത്തരത്തിലോട്ട് പോകണം. എന്താണെന്നറിയാമോ? ഞാൻ ജീവിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. ഹല്ലേലൂയ. ഇത് നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് ജീവിക്കാനാണ് ഭയങ്കര പാട്. പക്ഷെ നമുക്ക് ജീവിക്കാനുള്ള ഏക മാർഗം ക്രിസ്തുവിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര വലിയ കാര്യമല്ല. നമ്മൾ എത്രത്തോളം ദൈവത്തിൽ പറ്റിയിരിക്കുന്നോ അത്രത്തോളം ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കുന്നത് നമ്മൾ കാണുവാൻ തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയുവാൻ കഴിയുന്നൊന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ എവിടേക്കോ നമ്മൾ ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ഭയമാണ്, ഇനിയും ദൈവത്തിന് നടത്താൻ പറ്റുമോ? അവിടെയാണ് പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നത്. അവിടെയാണ് നമ്മൾ പിശാചിനെ ജയിക്കേണ്ടത്. ഇവിടെ നമ്മുടെ പോരാട്ടം. ഇന്നെന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളോട് ഇടപെടുന്നുണ്ടായിരിക്കും, നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് പലത് ചെയ്യണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ അകത്ത് ഇതുപോലത്തെ ചോദ്യങ്ങൾ കാണും. നാളെ എങ്ങനെ നടക്കും? എൻ്റെ വീട്ടിലെ കാര്യം എങ്ങനെ നടക്കും? അവിടെയാണ് വചനം പറയുന്നത്, ഞാനും നിങ്ങളും അനുഗമിക്കുന്നത് ഒരു സ്വർഗസ്ഥനായ പിതാവിനെയാണ്. ഹല്ലേലൂയ. ആ സ്വർഗസ്ഥനായ പിതാവെന്ന് പറഞ്ഞതിൻ്റെ കാരണം തൻ്റെ കുഞ്ഞിന് ആവശ്യമുള്ളതൊക്കെ തൻ്റെ പിതാവിന് അറിയാം. അത് നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്, അത് നടത്തുവാൻ ദൈവം മതിയായവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കരുതുവാൻ ശക്തിയുള്ള ഒരു വലിയ ദൈവത്തെ നമ്മൾ അനുഗമിക്കുന്നെന്നുള്ള ബോധ്യം നമ്മുടെ അകത്ത് വെളിപ്പെടണം. ഈ പാപത്തിൽ വീടുന്നതിനെക്കുറിച്ച് നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ യോശുവ 7-ൻ്റെ അകത്ത് അവരൊരു യുദ്ധത്തിന് പോയി. നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്, ഇത് വായിക്കേണ്ട. ആശാൻ്റെ ഒരു പാപത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാ പറയുകയാണ്, അല്ലെങ്കിൽ ദൈവം യോശുവനോട് പറഞ്ഞു, നീ യുദ്ധം ജയിക്കും. പക്ഷേ അവർ യുദ്ധത്തിന് പോയി, യുദ്ധം തോറ്റു. അപ്പോൾ ആശാനെ പിടിക്കുന്ന സമയത്ത് 3 കാര്യങ്ങളാണ് താൻ പറയുന്നത്. താൻ എന്തൊക്കെ എടുത്തു? തുണി, ഒരു നല്ല മനോഹരമായ ഒരു റോബ് താൻ കണ്ടു, പിന്നെ സ്വർണ്ണ കോയിൻസ് കണ്ടു, പിന്നെ ഒരു ഗോൾഡ് ബാർ കണ്ടു. നിങ്ങൾ നോക്കണം, തനിക്ക് തൻ്റെ കണ്ണ് പെട്ടത് ഇവിടാണ്. പക്ഷെ ആ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റിന് ഒരു യുദ്ധം ആ ജനം തോറ്റു. ഇതെന്തിനാണ് ഞാൻ എടുത്ത് പറയുന്നതെന്നറിയാമോ? ദൈവവചനം പുതിയ നിയമത്തിനകത്ത് നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നു, ലോകസ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് മാറും. അതിന് നമ്മൾ എത്ര വലിയ കഥ പറഞ്ഞാലും അത് കഥയായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ലോകസ്നേഹം അകത്തിരുന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അകത്തില്ല എന്നതിന് തെളിവാണ്. അതുകൊണ്ടാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ആശ്രയിച്ച് ജീവിക്കുവാൻ നമ്മൾ പഠിക്കണം. അവിടെയാണ് നമ്മൾ പിതാവിനെ കാണുന്നതും പിതാവിനെ അനുഭവിക്കുന്നതും. എനിക്ക് കുറച്ച് ലോകം വേണമെന്ന് പറഞ്ഞാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമുക്ക് പൂർണ്ണമായും ക്രിസ്തുവിനെ നഷ്ടപ്പെടും. ഈ ബോധ്യം നമ്മുടെ അകത്തുണ്ടായിരിക്കണം.
ഇവിടെയാണ് നമ്മുടെ ഒരു പോരാട്ടം നടക്കുന്നത്. ഈ ലോകവുമായി നമ്മൾ നടക്കുമ്പോൾ ഈ ലോകത്തെ ജയിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ അതിങ്ങനെ പറഞ്ഞത്, ക്രിസ്തുവിനെ അറിയുന്നവർ എല്ലാവരും ലോകത്തെ ജയിച്ചിരിക്കുന്നു. Whoever is born of God wins the world. ഞാനും നിങ്ങളും ദൈവത്താൽ ജനിക്കപ്പെട്ടവരെങ്കിൽ നമ്മൾ ലോകത്തെ ജയിച്ചിരിക്കും. അതെത്ര വലിയ പോരാട്ടമാണെങ്കിലും അതെത്ര വലിയ പ്രശ്നമാണെങ്കിലും നമുക്ക് ജയിക്കുവാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. അടുത്ത ഭാഗം മത്തായി 4 അതിൻ്റെ അടുത്ത ഭാഗം. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. അപ്പം ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ആണ് നമുക്കെതിരെ വരുന്ന പരീക്ഷയെങ്കിൽ, രണ്ടാമത് നമ്മൾ കാണുന്ന പരീക്ഷ സൂപ്പർ നാച്ചുറൽ റലമാണ്. സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തലമുറ. യേശു തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. യേശുവിനേക്കാൾ ആവശ്യം അത്ഭുതങ്ങളും അടയാളങ്ങളും. നമ്മുടെ പ്രാർത്ഥന, ദൈവം എനിക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യണം, അടയാളം ചെയ്യണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, അത്ഭുതവും അടയാളവും ദൈവം ചെയ്യുന്നതല്ലേ? നിശ്ചയമായിട്ടും ദൈവം ചെയ്യുന്നതാണ്. പക്ഷെ ദൈവം മാത്രമല്ല ചെയ്യുന്നത് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. വായിക്കാം നമുക്ക് 2 തിമോത്തി 3 അതിൻ്റെ 8-9 വാക്യം. യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. ആമേൻ. നമ്മൾ ആ വാക്യം വായിച്ചാൽ നമ്മൾ പഴയ നിയമത്തിലോ മറ്റും കാണാത്തൊരു പേരാണ് ജാനസും ജാംബ്രൂസും. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ മോശ ഫറോഹവുമായി ഇടപെടുന്ന സമയത്ത് ഇവർ രണ്ടുപേരാണ്, ഇവരായിരുന്നു മജീഷ്യൻസ് ആയിട്ട് നിന്നവർ. ഇവർ രണ്ടുപേരുമാണ് ഒരു കൗണ്ടർ ഫീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മോശയിൽ കൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ പഴയ നിയമത്തിൻ്റെ അകത്ത് നമ്മൾ കാണുമ്പോൾ തൻ്റെ കയ്യിലിരിക്കുന്ന ആ വടി താഴോട്ടിടുമ്പോൾ അവിടെ നിന്ന് വേറെ 2 പേർ വടിയിട്ടു. അപ്പം ഫറോയുടെ മനസ്സിൽ മോശയ്ക്കും പറ്റും, പുള്ളിക്കും പറ്റും. കാണുന്നുണ്ടോ? എ കൗണ്ടർ ഫീറ്റ് ഫെയ്ത്ത്. ഇന്ന് നമ്മളും ഇതുപോലത്തെ കാര്യങ്ങളോട് കടന്നു പോകുന്നുണ്ട്. നമ്മൾ പലത് കേൾക്കുമ്പം നമ്മുടെ അകത്ത് നമുക്കറിയാം ഇത് ശരിയല്ല. പക്ഷെ അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ അകത്തൊരു ചോദ്യം, ഇതുപോലത്തെ അത്ഭുതം നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ഇത് ദൈവമായിരിക്കും. കണ്ടോ? പിശാചിന് നമ്മളെ ഡിസീവ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ സമയത്ത് ചെയ്യുന്നതാണ് അത്ഭുതങ്ങൾ. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, പിതാവേ എനിക്കൊരു അത്ഭുതം വേണമെന്നല്ല, പിതാവേ വിശുദ്ധിയോടെ നടക്കുവാൻ ഇത് ആവശ്യമെങ്കിൽ മാത്രം മതി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ അത്ഭുതം എനിക്ക് ആവശ്യമായിരിക്കാം, പക്ഷെ ദൈവത്തിനറിയാം എനിക്ക് എന്താ വേണ്ടതെന്ന്. അത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയമെടുക്കണം. മറ്റൊരു വാക്യം കൂടെ വായിക്കാം, 2 തെസ്സലോനിയർ 2 അതിൻ്റെ 9-10 കൂടെ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുന്നോ? അവിടെ എഴുതിയിരിക്കുന്ന ആ വാക്കുണ്ടോ? വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും. അപ്പോൾ വ്യാജമായ അടയാളവും വ്യാജമായ അത്ഭുതവും നടക്കും. പിശാച് പ്രവർത്തിക്കും. അവിടെയാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ ഇത് തിരിച്ചറിയുവാനുള്ളൊരു കൃപ എനിക്ക് നൽകണം. നമ്മൾ കേൾക്കുന്ന പലതിൻ്റെയും പുറകിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആഗ്രഹത്തിനൊത്തവണ്ണം ചിലത് നമ്മൾ കേട്ടെന്ന് വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ആഗ്രഹം, അപ്പോൾ പെട്ടെന്ന് പ്രവാചകനാന്ന് പറഞ്ഞ ഒരാൾ വരും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അന്ന് നമ്മൾ ഭയങ്കര സ്തുതിയായിരിക്കും, പുള്ളി നമ്മൾ പറഞ്ഞതുപോലെ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ദൈവം കറക്റ്റ് സമയത്ത് ഒരാളെ അയച്ചു. പക്ഷെ നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം ആളെ വിട്ടത് നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യാൻ വേണ്ടിയാണ്. ദൈവത്തിന് അറിയണമായിരുന്നു, മോനെ നിനക്ക് ഇത് വേണോ ദൈവം വേണോ? കണ്ടോ?
അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഇതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, വിശുദ്ധിയുടെ വഴിയെ ഞാൻ അനുഗമിക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും ദൈവത്തിൻ്റെ തുലാസിൽ വെച്ച് ദൈവത്തോട് ചോദിക്കുകയാണ്, പിതാവേ ഇത് നിൻ്റെ ആഗ്രഹമെങ്കിൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ എൻ്റെ ആഗ്രഹം പെട്ടെന്ന് ദൈവത്തിൻ്റെ കൈ കൊടുത്തിട്ട് എങ്ങനെങ്കിലും നടത്തിയെടുത്തിട്ട് ദൈവം നടത്തി എന്ന് പറയുമ്പോൾ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം ഇത് ദൈവമല്ലെന്ന്. പക്ഷെ നമുക്ക് സാക്ഷി പറയാൻ, നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊള്ളാം. കേൾക്കുന്നവർ പെട്ടെന്ന് ചിന്തിക്കും സത്യം ആ ദൈവം നടത്തിയതായിരിക്കും. പക്ഷെ നമ്മൾ എങ്ങനാണ്ടൊക്കെ നടത്തിയെടുത്തതാണ്. എന്നിട്ട് അവസാനം നമ്മൾ ദൈവത്തെ കൂടെ ഒരു ആമീൻ പറഞ്ഞ് നിർത്തി. ദൈവമക്കളെ, നമ്മുടെ അകത്ത് എന്തിനാ ഇത് എടുത്ത് പറയുന്നതെന്നറിയാമോ? ഈ ക്രിസ്തീയ യാത്ര എൻ്റെ കയ്യിലെ നേട്ടങ്ങളുടെ ഒരു സംഹാരമല്ല, മറിച്ച് എൻ്റെ ഓരോ നടപ്പിലും എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് അങ്ങ് എത്തിച്ചേരണം. ഒരുപക്ഷെ എനിക്കിവിടെ നിന്നുകൊണ്ട് വലിയ കഥയൊക്കെ പറയാൻ കൊള്ളായിരിക്കാം. പക്ഷെ അവിടെ ചെന്ന് എൻ്റെ പിതാവിനെ ഞാൻ മുഖത്തോട് മുഖം നിൽക്കുമ്പോൾ ഈ ചെയ്തതൊക്കെ ശൂന്യമായി പോയാൽ മറ്റുള്ളവരുടെ മുന്നിലല്ല ഞാൻ വേദനിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ നല്ല പിതാവിൻ്റെ മുന്നിൽ എനിക്കൊരു നല്ല പ്ലാൻ വെച്ചിട്ട് അത് കളഞ്ഞിട്ട് പോയതിൻ്റെ വേദന അകത്ത് കിടക്കും. ഒരു കർത്തൃദാസൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയതുപോലെ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അനേകർ ഞെട്ടും. കാരണം അവിടെ ചെല്ലുമ്പം ഡോക്ടർ സോ ആൻഡ് സോ അല്ലെങ്കിൽ ചില പ്ലാനുകൾ കാണിക്കുമ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കും, ഇത് ശരിക്കും എൻ്റെ പ്ലാനാണോ അതോ ദൈവത്തിൻ്റെ പ്ലാൻ? കാരണം ദൈവം വരച്ച പ്ലാനിലൊന്നും ഞാൻ എത്തിയിട്ടേ ഇല്ല. പക്ഷെ ദൈവം പ്ലാൻ കാണിക്കുമ്പോൾ ഞാൻ ഞെട്ടിയിരിക്കുവാണ്. കാരണം ഞാൻ പോയ പ്ലാനും ദൈവം വെച്ചിരിക്കുന്ന പ്ലാനും രണ്ടും രണ്ടാണ്. ദൈവമക്കളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ നമ്മളെ സൂക്ഷിക്കേണ്ടത്. എങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യുകയല്ല, എല്ലാ സ്റ്റെപ്പുകളിലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ദൈവം അതുകൊണ്ടാണ് പറഞ്ഞത്, ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു. നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരും, നീ ചോദിക്കുമെങ്കിൽ ഞാൻ പറഞ്ഞു തരും. പക്ഷെ ഇന്ന് പലർക്കും ദൈവം പറഞ്ഞു കൊടുക്കാത്തതിൻ്റെ കാരണം അവർ ചോദിക്കുന്നില്ലെന്ന് മാത്രമല്ല, പറഞ്ഞാൽ ചെയ്യാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ചിലർ ഇന്ന് കേൾക്കാത്തത്. കാരണം എന്താണെന്നറിയാമോ? കാരണം പറഞ്ഞു തന്നിട്ട് നീ ചെയ്തില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ ന്യായവിധിയാണ്. ഞാൻ പറയാൻ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമുക്കൊരാഗ്രഹമുണ്ട്, അത് എങ്ങനെങ്കിലും ചെയ്തെടുക്കും. അത് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റുന്ന പരിപാടികളെല്ലാം കാണിക്കും. എന്നിട്ട് അത് ദൈവമാ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഒരു നാഥൻ്റെ മുന്നിൽ ഞാൻ എത്തുന്നൊരു കാലമുണ്ട്. അതുകൊണ്ട് ആ വചനം പറയുന്നത്, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ലോർഡ് സെർച്ച് മീ ഓ ലോർഡ്. അപ്പോൾ എന്നെ ഒന്ന് ശോധന ചെയ്യണം, ട്രൈ മീ. കാണുന്നുണ്ടോ? ട്രൈ മീ എന്നാണ് പറയുന്നത്. എന്നെ സെർച്ച് ചെയ്താൽ മാത്രം പോരാ, എന്നെ ട്രൈ ചെയ്ത് നോക്കണം. പരീക്ഷകളിൽ കൂടെ കയറ്റിവിട്ട് നോക്കണം, ശരിക്കും ഞാൻ ആകുന്നത് പോലാണോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞേ, പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ ശോധനയുടെ നടുവിൽ കൂടെ കയറ്റി വിടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഞാൻ ആരാണെന്ന്. ചില പരീക്ഷകൾ എന്നെയും നിങ്ങളെയും തെളിയിച്ചെടുക്കുന്നതാണ്. ദൈവം നമ്മളെ കാണിച്ചു തരുന്നത് ഞാൻ എന്താകുന്നു എന്ന്. ഇന്നെന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ പറയട്ടെ, ആത്മാവ് നമ്മളോട് ഇടപെടുന്ന എന്തിനാണെന്നറിയാം? നമ്മളെ ചില ശോധനയിൽ കൂടെ കടന്നു വിടുന്ന എന്തിനാണെന്നറിയാമോ? ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഹൃദയത്തെ കാണേണ്ട പോലെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടിയാണ്. ചില സമയത്ത് നമുക്ക് ചർച്ചിൻ്റെ അകത്ത് വന്ന് കൈ കൂട്ടി അങ്ങ് തിരിച്ചു പോകാം. പക്ഷെ ചില ശോധനയുടെ നടുവിലാണ് നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് വിശ്വാസം അത്ര പോരാ, അപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ അത്ര ശരിയല്ല. അവിടെയാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ അങ്ങ് എന്നെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം. വേഗം നമുക്ക് അടുത്ത വാക്യം മത്തായി 4. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ മൂന്നാമത്തേത്,
നമ്മളവിടെ കാണുന്നത് ലോകത്തിൻ്റെ ഒരു വഴി. നമ്മളവിടെ കാണുന്നത് യേശുവിൻ്റെ അടുത്ത് പിശാച് പറയുകയാണ്, ഈ ലോകത്തുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്ത് ചെയ്യണം, ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി. ഇതുകൊണ്ടാണ് നമ്മൾ മറ്റൊരിടത്ത് ഇങ്ങനെ വായിക്കുന്നത്, പൗലോസ് ഡമാസിനെ കുറിച്ച് പറയുന്നുണ്ട്, ലോകത്തിന് വേണ്ടി എന്നെ വിട്ടുപോയി. കാണുന്നുണ്ടോ? ഹി ഡിപ്പാർട്ടഡ് ഫ്രം മീ. എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ കാര്യങ്ങൾ നേടുവാൻ. നമ്മൾ ആദ്യം കണ്ടത് മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ ഇത് ലോകത്തിൻ്റെ വഴിയാണ്. പഴയ നിയമ പുസ്തകത്തിനകത്ത് നമ്മൾ ബാലാം എന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അവിടെ പുതിയ നിയമത്തിൻ്റെ അകത്ത് 3 പ്രാവശ്യം ബാലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ബാലാമിൻ്റെ വഴി, ബാലാമിൻ്റെ വഞ്ചന, ബാലാമിൻ്റെ ഉപദേശം. എന്താ ഈ പരിശുദ്ധാത്മാ നമ്മളോട് പറയുന്നതെന്ന് അറിയാമോ? ഞാനും നിങ്ങളും ഈ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സമയത്ത് നമുക്ക് ബാലാമിനെ പോലെ നമ്മുടെ മുന്നിൽ നേരായ വഴി ഇരിപ്പുണ്ട്. പക്ഷേ നമുക്ക് ചിലത് കിട്ടാൻ വേണ്ടി നമ്മൾ കണ്ണടയ്ക്കും. ഇതാ ബാലാമിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ, തനിക്ക് ദൈവത്തെ അറിയാൻ, താൻ ദൈവശബ്ദം കേട്ടു, എല്ലാം ശരിയാണ്. പക്ഷെ തൻ്റെ മുന്നിലിരിക്കുന്ന പലതും കണ്ടപ്പം ചിലതിനൊക്കെ കണ്ണടച്ചു കൊടുത്തു. കാണുന്നുണ്ടോ? ലോകത്തിൻ്റെ വഴി. ഈ ലോകത്തിൻ്റെ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ തിങ് എന്താണെന്ന് പറയും? കോംപ്രമൈസ്. ആരും അറിയത്തില്ല. നമ്മൾ ഈ വായിക്കുന്ന വചനത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, പിശാച് ഇങ്ങനെ പറഞ്ഞത്, നീ എല്ലാവരുടെയും ഫ്രണ്ടിൽ ഒന്ന് മുട്ടുകുത്താനല്ല പറഞ്ഞേ, ആരും കാണണ്ട, നമ്മൾ 2 പേരും മാത്രം അറിഞ്ഞാൽ മതി. ആരും അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണ്. എന്താണ് ബാലാമിൻ്റെ വഞ്ചന എന്നറിയാമോ? ചില പൊസിഷൻസിന് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണടയ്ക്കും. എന്താ ഈ ഡോക്ട്രിൻ ഓഫ് ബാലാം എന്നറിയാമോ? നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഈ വചനം നമ്മളെ കുത്തും. പക്ഷേ ഈ വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്ന എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ കൃപയുണ്ടെന്നും ദൈവസ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെള്ളം ഇതിനകത്ത് കലർത്തി വിടാം. കാരണം നമുക്കറിയാം ഇത് നമ്മളെ കുത്തുന്നുണ്ട്, ഇത് നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ, ഈ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആകരുത്, നമ്മൾ സൂപ്പർ നാച്ചുറലിൻ്റെ പുറകിൽ പോകരുത്, നമ്മൾ ലോകത്തിൻ്റെ വഴിയിൽ പോകരുത്. നമ്മുടെ ഒറ്റ ആറ്റിറ്റ്യൂഡ്, പ്രയോറിറ്റി ഇതായിരിക്കണം, എനിക്ക് ദൈവം മാത്രം മതി, തൻ്റെ വിശുദ്ധി മാത്രം മതി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വേഗം നിർത്താം. നമുക്ക് ഡ്യൂട്രോണമി 32:15 വായിക്കാം. ആവർത്തന പുസ്തകം. യശുരോനോ പുഷ്ടി വെച്ച് ഉദച്ചു, നീ പുഷ്ടി വെച്ച് കനത്ത് തടിച്ചിരിക്കുന്നു. തന്നെ ഉണ്ടാക്കിയ ദൈവത്തെ അവൻ ത്യജിച്ച് തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു. ആമേൻ. അവിടെ ജഷൂറിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ മലയാളത്തിൻ്റെ അകത്ത് ദൈവത്തെ അവൻ ത്യജിച്ചു, തൻ്റെ രക്ഷയുടെ പാറയെ നിരസിച്ചു എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ അകത്ത് ഹി ലൈറ്റ്ലി എസ്റ്റീംഡ് ഗോഡ്. ലൈറ്റ്ലി എസ്റ്റീംഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട മാനവും വിലയും കൊടുക്കേണ്ടതുപോലെ കൊടുത്തില്ല. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വെച്ചൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളാരെങ്കിലും വരുമ്പം എനിക്ക് നിങ്ങളോട് അത്ര വലിയ ഇഷ്ടമില്ലെങ്കിൽ ചുമ്മാ ഒരു പ്രൈസിലോട് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ, ഇല്ല, സാധാരണ ഞാൻ ഒരാളെ കാണുമ്പോൾ കാര്യമായിട്ട് പ്രൈസിലോടൊക്കെ പറഞ്ഞ കാര്യം ചോദിക്കുന്നെങ്കിൽ എനിക്ക് നിങ്ങളോട് അത്ര സംസാരിക്കണമെന്നില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു കൈ തന്നിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലൈറ്റ്ലി എസ്റ്റീം. ദൈവത്തിന് കൊടുക്കേണ്ട മാനം, ദൈവത്തിന് കൊടുക്കേണ്ട വില കൊടുക്കേണ്ടതുപോലെ നമ്മൾ കൊടുക്കുവാൻ പഠിക്കണം. പലപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥന, നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് കുറേ വചനം വായിച്ചു, കുറേ വചനം പഠിച്ചു, കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്കെല്ലാം അറിയാം. ദൈവം എങ്ങനെ മൂവ് ചെയ്യുന്നു, ദൈവം എന്ത് ചെയ്യുമെന്നൊക്കെ ഇപ്പം എനിക്കറിയാം. ദൈവമക്കളെ, ഞാനും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എത്ര പഠിച്ചാലും എത്ര വായിച്ചാലും ഈ വിശുദ്ധനായ ദൈവത്തെ അറിയുവാൻ നമുക്ക് കഴിയത്തില്ല. കാരണം ഈ ദൈവത്തിനെ നമ്മൾ എത്രത്തോളം മാനിക്കുന്നോ അത്രത്തോളം യഹോവ ഭയം എൻ്റെ അകത്ത് വെളിപ്പെട്ടു വരും. ദൈവവചനത്തിൻ്റെ പഠിത്തം എൻ്റെ അകത്ത് കൂടുമ്പോൾ എൻ്റെ അകത്തൊരു വിറയലുണ്ടാകും. എന്താ ഞാൻ വിറയ്ക്കുന്നതെന്നറിയാമോ? ഞാൻ എപ്പോഴൊക്കെ ഈ വചനത്തിൻ്റെ മുന്നിൽ വരുന്നോ ഈ വചനം ഒരു കണ്ണാടിയായി എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഞാൻ അവിടെ കാണുന്നത് മറ്റുള്ളവരുടെ കുറവല്ല, എൻ്റെ കുറവുകൾ ഞാൻ കാണുവാൻ തുടങ്ങും. അവിടെയാണ് ഞാൻ ഭയത്തോടെ നടക്കുവാൻ തുടങ്ങുന്നത്. മലാക്കി 1 കൂടെ നമുക്ക് വായിക്കാം. മലാക്കി 1 അതിൻ്റെ 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ?
ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെയെന്ന് സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. അതിന് നിങ്ങൾ, ഏതിനാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ തുച്ഛീകരിക്കുന്നു എന്ന് ചോദിക്കുന്നു. നിങ്ങൾ എൻ്റെ യാഗപീഠത്തിന്മേൽ മലിനഭോജനം അർപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ, ഏതിനാൽ ഞങ്ങൾ നിന്നെ മലിനമാക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ മേശ നിന്ദ്യമെന്ന് നിങ്ങൾ പറയുന്നതിനാൽ തന്നെ നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കണമേ. അതിന് നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ? നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്താ പരിശുദ്ധൻ നമ്മളോട് ചോദിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ ഇന്ന് കാണിച്ചു കൂട്ടുന്ന പലതും, നമ്മൾ മറ്റ് ബഹുമാനമെന്ന് തോന്നുന്ന ചിലരുണ്ടല്ലോ, അവരുടെ മുന്നിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിക്കേ. അവർ നമ്മളെ ബഹുമാനിക്കുമോ? നമ്മളൊരു സ്ഥലത്ത് 8 മണിക്ക് ചെല്ലണം, ഒരു ഗവൺമെൻറ് ഓഫീസിൽ 8 മണിക്കാണ് അപ്പോയിൻമെൻ്റ് എങ്കിൽ നമ്മൾ 7:50 അവിടെ എത്തും, ഇല്ലേ? കാരണം നമുക്കറിയാം 8 മണിക്ക് അവിടെ എത്തിയില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി പിന്നെ ആ പരിപാടി നിൽക്കും. പക്ഷെ നമ്മൾ ദൈവസന്നിധി വരുമ്പം 8:30 ആണെങ്കിലും കുഴപ്പമില്ലല്ലോ, ദൈവമല്ലേ അവിടെ ഉണ്ട് കേട്ടോ, ഇല്ലേ? നമുക്ക് തോന്നാറില്ലേ? ദൈവം നമ്മളോട് പറയണം, കുഞ്ഞെ നീ പ്രാർത്ഥിക്കാൻ എൻ്റെ സന്നിധിയിലോട്ട് വരാൻ പറയുമ്പോൾ നമ്മൾ ദൈവത്തോട്, ദൈവം ഞാൻ കുറച്ച് ബിസിയാണ്, കുറച്ചുകൂടെ കാര്യം ചെയ്ത് തീർത്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ദൈവവചനം വായിച്ചും പഠിച്ചും കേട്ടും കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ അങ്ങോട്ട് പറയാണ് ഞാൻ കുറച്ച് ബിസിയാണെന്ന്. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ജോലി സ്ഥലത്ത് ജോലി ചെയ്യുമ്പം നമ്മൾ 6 മണിക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങുന്നവർ അവിടുന്ന് പുള്ളി വിളിച്ച് പറയാണ് 8 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ 9 മണിക്കേ ഇറങ്ങത്തുള്ളൂ, അല്ലേ? പക്ഷെ ദൈവം നമ്മളോട് മോനെ കുറച്ച് നേരം കൂടെ പറഞ്ഞത് നമ്മൾ ദൈവത്തോട് പറയാം അത് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നമ്മുടെ അകത്ത് നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള ദർശനം ഒന്ന് മാറിപ്പോയി. ഇതുകൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും വരണം. ഈ ദൈവത്തെക്കുറിച്ചുള്ള ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് ദൈവത്തെ നമ്മൾ ലൈറ്റായിട്ട് എസ്റ്റീം ചെയ്യുന്നത്. ശരിക്കുമുള്ളൊരു ആത്മീയൻ, അവൻ ആത്മീയനാകുന്നത് അവൻ്റെ ദർശനം കൊണ്ടല്ല. അവൻ ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ അവൻ്റെ അകത്തൊരു ഭയം വെളിപ്പെടും. ഇന്ന് പലപ്പോഴും പലരുടെയും മനസ്സിലെ ഒരു ചിന്ത, ഞാൻ ഒരുപാട് ദർശനങ്ങളും സ്വപ്നങ്ങളും കാണുന്നതാണ് എന്നെ ആത്മീയനാക്കുന്നതെന്നാണ്. അല്ല ദൈവമക്കളെ, ദർശനവും വ്യാഖ്യാനങ്ങളൊന്നുമല്ല. എപ്പോഴൊക്കെ നീ ദൈവത്തെ കാണുന്നോ അവിടൊക്കെ നിൻ്റെ ഹൃദയം ദൈവത്തോട് അടുത്തിട്ട്, പിതാവേ നിൻ്റെ മുന്നിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല, പിതാവേ നിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞാൻ യോഗ്യനല്ല, ഒന്നുമില്ലാത്ത എന്നെ നിൻ്റെ അരികിലോട്ട് വിളിച്ച് നിന്നെ മാനിക്കേണ്ടതുപോലൊന്ന് മാനിക്കുവാൻ ഒരു കൃപ എനിക്ക് തരുന്നതിനായി സ്തോത്രം. മറ്റൊരർത്ഥത്തിൽ ഈ യഹോവ ഭയം എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജോലിക്ക് പോകാൻ നേരം നമ്മൾ സാധാരണ പറയും, അയ്യോ ചർച്ചിൽ അത്ര നേരത്തെ അവൻ വരത്തില്ല കേട്ടോ, അവന് പതിയെ എഴുന്നേക്കത്തുള്ളൂ. ജോലി കിട്ടി കറക്റ്റ് 8 മണിക്ക് ചെല്ലണം, 7 മണിക്ക് എഴുന്നേറ്റ് പോയി. നമ്മൾ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പം പോയി കഴിഞ്ഞു. നേരത്തെ അങ്ങനല്ല, മോൻ 10 മണിക്കേ എഴുന്നേക്കത്തുള്ളൂ. എന്താ വ്യത്യാസമെന്നറിയാമോ? കാരണം നമ്മുടെ അകത്ത്, എടാ നീ പോയില്ലേ ജോലി പോകും. ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, നീ ദൈവത്തെ മാനിക്കേണ്ടതുപോലെ മാനിച്ചില്ലെങ്കിൽ നിനക്ക് നിത്യത നഷ്ടപ്പെടും. ഇത് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. മലാക്കി പുസ്തകം പഠിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മേലൊരു ശാപം വരും. ഈ ദൈവവചനം നമ്മൾ ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഈ ദൈവത്തെ നമ്മൾ മാനിക്കേണ്ടതുപോലെ മാനിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം അറിയാത്ത ചില പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ മാനിക്കേണ്ടതുപോലെ മാനിക്കാത്തത് കൊണ്ട് മാത്രമാണ്. ഈ ദൈവവചനം ഞാൻ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ 2 വാക്യങ്ങളിലോട്ട് കൊണ്ടുപോയി. 2 വാക്യങ്ങൾ. 1 ശമൂവേലിനകത്ത് ഫലസ്തീൻ ദേശത്ത് ദൈവത്തിൻ്റെ പെട്ടകം ചെന്ന് കയറി. നമ്മൾ ആ ദൈവവചനം വായിച്ചാൽ എപ്പോഴൊക്കെ ഈ പെട്ടകം ഒരു ദേശത്തോട്ട് വരുന്നു അവിടെ ഉള്ളവർ പറയുന്നൊരു കാര്യമുണ്ട്, അയ്യോ ഈ പെട്ടകം നമ്മളെ നശിപ്പിക്കും. നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അത് അനുഗ്രഹമാണെന്നാണ്, അല്ലേ? പക്ഷെ ഫലസ്തീയ ജനം പറയുവാണ്,
ഇത് നമ്മളെ നശിപ്പിക്കും. എന്താ ഇതിൻ്റെ കാരണമെന്നറിയാമോ? കാരണം ദൈവം വലിയവനാണ്, വിശുദ്ധനാണ്. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ചെറിയവരും ദ യങ് ആൻഡ് ദ ഓൾഡ് വെർ ടച്ച്ഡ് ബൈ ഗോഡ്സ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് അസുഖങ്ങൾ പിടിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ പെട്ടകം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഞാനൊരു നിമിഷം ചിന്തിച്ചു, ദൈവമേ, വലിയവർ ചെയ്ത തെറ്റിനല്ലേ അതവിടെ സംഭവിക്കണ്ടേ? അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നേ, ഈ വലിയവനായി ഞാൻ ചെന്ന് തീയിൽ കൈവച്ചാലും എൻ്റെ കൊച്ചു കുഞ്ഞ് തീ കൈവച്ചാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊള്ളും. മറ്റൊരർത്ഥത്തിൽ ഈ വിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ എൻ്റെ പേരിനും പെരുമയൊന്നും നോക്കിയല്ല ഇത് വരുന്നത്. നമ്മൾ ഭയപ്പെടേണ്ടത് ഭയപ്പെട്ട് തന്നെ നിൽക്കണം. ഡാനിയലിൻ്റെ പുസ്തകത്തിൻ്റെ അകത്ത് മറ്റൊരു ഭാഗത്തിലോട്ട് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയപ്പോൾ, ബെൽഹസർ എന്ന് പറഞ്ഞൊരു രാജാവ് താൻ അവിടെ ഇരുന്ന ദേവാലയത്തിൽ ഇരുന്ന പാത്രങ്ങളെടുത്ത് വീഞ്ഞൊഴിച്ച് അവിടെ ഉള്ളവരുമായിട്ട് ഒരുമിച്ച് കൂടുകയാണ്. അവിടെ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ കൈ വെളിപ്പെട്ടു. ഡാനിയൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന് വേർപെട്ട പാത്രങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നു, പ്രവചനം അവിടെ. ദൈവമക്കളെ, എൻ്റെ ചോദ്യം ഇതാ, ദൈവത്തെ അറിയാൻ വയ്യാത്തവരോട് ദൈവം ഇങ്ങനെ ഇടപെടുന്നതെങ്കിൽ അറിയാമെന്ന് പറയുന്ന എന്നോടും നിങ്ങളോടും ദൈവം എങ്ങനെ ഇടപെടും? ഈ വിശുദ്ധനായ ദൈവത്തെ നമ്മൾ മാനിക്കേണ്ടതുപോലെ മാനിച്ചില്ലെങ്കിൽ, വേർപെടേണ്ടടുത്ത് നമ്മൾ വേർപെട്ട് ജീവിച്ചില്ലെങ്കിൽ, നമ്മൾ എത്ര ദൈവകൃപയും ദൈവസ്നേഹവും പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ദൈവം വിശുദ്ധനായ ഒരു ദൈവമാണ്. ഈ വചനം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പറയുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ മെസ്സേജ് ദാറ്റ് യു ആർ കൺവേയിങ്? പക്ഷെ എന്നോട് പറഞ്ഞു, ഐ ആം എ ഹോളി ആൻഡ് ടെറിബിൾ ഗോഡ്. ഞാൻ വിശുദ്ധനും നീ എന്നെ ഭയപ്പെടണം. ഇന്ന് ഈ ദൈവവചനം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഇതായിരിക്കണം. എൻ്റെ മുന്നിലൊരു വലിയ പോരാട്ടമുണ്ട്. എന്താ ഈ പോരാടുന്നതെന്നറിയാമോ? എന്നെ വിശുദ്ധിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ പിശാച് പോരാടുകയാണ്. എൻ്റെ മുന്നിൽ പലതും പിശാച് കൊണ്ടുതരും, മെറ്റീരിയലിസ്റ്റിക്കായിട്ട്, സൂപ്പർ നാച്ചുറലായിട്ട്, ദൈവത്തെ ചെറുതായി കാണുന്ന പലതും എൻ്റെ മുന്നിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ എൻ്റെ തീരുമാനമായിരിക്കണം, ഇല്ല നാഥ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ മാത്രം ഞാൻ നടക്കും, വിശുദ്ധിയോടെ മാത്രം ഞാൻ നടക്കും. ദൈവമക്കളെ, നമ്മുടെ പ്രയോറിറ്റി ഇതായിരിക്കണം, ഐ വോണ്ട് ടു ലിവ് എ ഹോളി ലൈഫ്. അങ്ങനൊരു ദർശനത്തോടെ ഞാനും നിങ്ങളും നടക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ ഒന്നെനിക്ക് പറയാം, നിങ്ങളങ്ങ് എത്തിച്ചേരും. സിയോനിൽ ദൈവം നമ്മളെ എത്തിക്കും. ഇനി ഈ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം, പിതാവേ, ഈ വിശുദ്ധിയോടെ നടക്കുവാൻ ദൈവം എൻ്റെ മേലൊരു കൃപ തരുക മാത്രമല്ല, എന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം, എവിടെയെങ്കിലും എന്നിൽ കുറവുകളുണ്ടോ? അപ്പോൾ ഈ വിശുദ്ധിയുടെ വഴി വിട്ട് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? പോരാ, വിശുദ്ധിയുടെ വഴിയിലാണ് ഞാൻ പോകുന്നതെങ്കിൽ ആ പെർഫെക്ഷൻ ഓഫ് ഹോളിനെസ്സിലോട്ട് നടക്കുവാൻ എൻ്റെ അകത്തൊരു വാഞ്ചയുണ്ടോ? ഒരു പെർസ്യൂട്ട് ഓഫ് ഹോളിനെസ് മാത്രമല്ല, എ ബേണിംഗ് പാഷൻ ഫോർ ഹോളിനെസ്. ഈ ദൈവത്തോട് അടുത്ത് ചേർന്ന് നടക്കുമ്പോൾ ഈ ബേണിംഗ് പാഷൻ നമ്മുടെ അകത്ത് വെളിപ്പെടും. അങ്ങനെ ഒരു ബേണിംഗ് പാഷൻ വരുന്നില്ലെങ്കിൽ ഈ ദിവസങ്ങൾ നമുക്കൊന്ന് വേർതിരിഞ്ഞ് പ്രാർത്ഥിക്കാം, നമുക്ക് ഉപവസിക്കാം, ദൈവത്തോട് പറയാം, പിതാവേ, എനിക്കൊന്ന് മടങ്ങി വരണം, ആ ആദ്യ സ്നേഹത്തിലോട്ട് മടങ്ങി വരുവാൻ എൻ്റെ മേലൊരു കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഇതുപോലെയുള്ള അനുഗ്രഹീതമായ സന്ദേശങ്ങൾ, ബൈബിൾ പഠനങ്ങൾ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ഉത്സാഹിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ എന്നിവ കേൾക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരും. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.